സംസ്ഥാനത്ത് കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. മരം വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. കോട്ടയം ജില്ലയിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മീനച്ചിലാർ കരകവിയുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. പനമ്പാലത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരം വീണു. സംഭവത്തിൽ 2 ഓട്ടോറിക്ഷകൾ തകർന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തലയാഴം പഞ്ചായത്തിൽ 7 ഇടങ്ങളിൽ മരം വീണു. മണിമലയിൽ തോംസൺ ഗ്രൂപ്പിന്റെ പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞു. സമീപത്തുള്ള കോഴിഫാം നശിച്ചു. റോഡിലും മണ്ണടിഞ്ഞുകൂടി. കോഴിക്കോട് ജില്ലയിൽ പുഴകളോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇരുവഴിഞ്ഞി പുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. നാദാപുരം തൂണേരിയിൽ ശക്തമായ മഴയിൽ കിണർ താഴ്ന്നു. കാസർഗോഡിനും കുമ്പളയ്ക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിൽ മരം കടപുഴകി. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. പഴശ്ശി ഡാമിന്റെ 13 ഷട്ടറുകൾ തുറന്നു. ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശം. തൃശൂർ മാള അന്നമനട റോഡിൽ വെണ്ണൂർ കവലയിൽ വാഗമരം വീണു. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊച്ചിയിലും കനത്ത മഴ തുടരുന്നു. ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി ഉന്നതികളും മണികണ്ഠൻ ചാൽ ഗ്രാമവും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി ജില്ലയിൽ ടൗൺ പെട്രോൾ പമ്പ് മുതൽ വണ്ടൻമേട് ജംഗ്ഷൻ വരെ വെള്ളക്കെട്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്നു. നേര്യമംഗലം റാണി കല്ലിലും കല്ലാർകുട്ടി പാലത്തിന് സമീപവും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം തങ്കശ്ശേരിയിൽ കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുതാക്കര സ്വദേശി ലാഗേഷാണ് മരിച്ചത്. പാലത്തിന് സമീപവും മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.